ടീം സിനിമാല. സ്കിറ്റാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്കിറ്റ് കഴിയുന്നവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല കൈയടിക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് നിമിഷവും നിങ്ങൾക്ക് കൈയടിക്കാം. അത് അവർക്കുള്ള ഊർജമാണ്, നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം. സോ നല്ലൊരു സമയം നിങ്ങൾക്ക് വിഷ് ചെയ്തുകൊണ്ട് സിനിമാല ടീമിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് എൻജോയ്. ചട്ടിയും കലവുമാവുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കും. അതുപോലെ തന്നെയാണ് ഭാര്യാഭർത്തൃ ബന്ധവും. ഭാര്യാഭർത്തൃ ബന്ധം വളരെ സരസമായി അവതരിപ്പിച്ച് ജനപ്രീതി നേടിയ വെറുതെ ഒരു ഭാര്യ എന്ന ചിത്രത്തെ ആസ്പദമാക്കി വേദിയിൽ വെറുതെ ഒരു പാത്തുമ്മ കുടുംബത്തിലെ കലഹം ടിവിയിലൂടെ അവതരിപ്പിച്ച് ജനങ്ങളെ മൊത്തം അറിയിക്കുന്ന ഒരു പതിവ് ഇന്ന് കേരളത്തിലുണ്ട്. ഇതാ ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഭവം ചാനൽ വഴി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന രസകരമായ ഒരു കോമഡി സ്കിറ്റ് വെറുതെ ഒരു പാത്തുമ്മ. കേരളത്തിലെ പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കിയ വെറുതെ ഒരു ഭാര്യ എന്ന ചലച്ചിത്രത്തെ ആസ്പദമാക്കി ഞങ്ങൾ ഒരുക്കുന്നു വെറുതെ ഒരു പാത്തുമ്മ. കലഹം. കേരളത്തിലെ പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കിയ വെറുതെ ഒരു ഭാര്യ എന്ന ചലച്ചിത്രത്തെ ആസ്പദമാക്കി ഞങ്ങൾ ഒരുക്കുന്നു വെറുതെ ഒരു പാത്തുമ്മ. കലഹം നിത്യതൊഴിലാക്കി മാറ്റിയ ദമ്പതികൾക്കായി വിനയ പുരസ്സരം ഞങ്ങൾ സമർപ്പിക്കുന്നു. വെറുതെ ഒരു പാത്തുമ്മ. അപ്പോ അതെ എന്റെ നാടോടിഞ്ഞു. തോട്ടങ്ങി മനുഷ്യന്റെ ലേലം വിളി ഒരു നേരം വെറുതെ എത്തൂലാന്നേ. എന്താ കണ്ട കറക്റ്റ് പേര് വിളിച്ചപ്പോ പോത്ത് വിളി കേട്ട്. എടി ഒരു ഗ്ലാസ് ചായക്കും വേണ്ടി എത്ര നേരം ഞാൻ അവിടെ കുത്തിരിക്കണടി. ഏതോ മനുഷ്യനെ നിങ്ങളാ അടുക്കള വഴിയല്ലേ ഈ പിന്നാമ്പുറത്തേക്ക് വന്നത്. ഇവിടെ വരെ വരുന്നതിന്റെ പകുതി വഴിയല്ല അടുക്കളയിലേക്കുള്ള. അവിടുന്ന് ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചാ നിങ്ങളുടെ കയ്യില് വാച്ച് ഒരുക്കുവോ? അത് ശരി. അപ്പൊ ഈ എന്താ ഇവിടെ റെസ്റ്റ് എടുക്കുക? അല്ല മനുഷ്യനെ മരിക്കാൻ പോണേന് മുമ്പ് കുറച്ച് ശ്വാസം എടുക്കുക. ഒന്ന് ശ്വാസം വിടാൻ പോലും സമയം ഞാനിരിക്കാൻ എന്ത് മല മറിക്കണ പണിയാടി എനിക്കിവിടെ. ഇതില് നല്ലത് മല മറിക്കണ ഞാൻ ഈ കുടുംബത്തെ ചെയ്യുന്ന പണിയൊക്കെ പിന്നെ നിങ്ങളാ ചെയ്യണേ. നീ ചെയ്യണ പണിയൊക്കെ ഞാൻ ചെയ്യാടി. ഞാൻ ചെയ്യണ പണിയൊക്കെ ഇക്ക് ചെയ്യും. അത് നിങ്ങൾക്ക് എന്താ എത്ര വലിയ പണി? വീട്ടിൽ നിന്ന് പള്ളിയിലേക്കും പള്ളിയിൽ നിന്ന് വീട്ടിലേക്കും തേരാപാല നടക്കണതാ. പിന്നെ ഇന്റെ കടയിൽ ഇരിക്കോടി. ഓ ഒരു കട. ആർക്കും വേണ്ടാത്തൊരു മുറുക്കാൻ കടയില് വല്ലപ്പോഴും 2 നാരങ്ങ പിഴിയണം. ഇതപ്പ എത്ര വലിയ പണി? ഇന്ന് ആ നാരങ്ങ ഞാൻ പിഴിയാ. നീ ഇന്റെ നാരങ്ങം കൂടെ പിഴിയാണോ? ഇന്നെ പിഴിഞ്ഞ് ഈ കോലത്തിലാക്കിയില്ലോ. എടി ചെമ്മീൻ തുള്ളിയ മുട്ടോളം പിന്നെ തുള്ളിയാലോ ചട്ടിയില. അതുകൊണ്ട് ഈ ഒരു കാര്യം ഓർത്തോ, പെണ്ണെന്നും പെണ്ണ. എന്ന് വഴക്കുണ്ടായാലും നിങ്ങൾ പറയുന്ന കേൾക്കാലോ. പെണ്ണെന്നും പെണ്ണ, പെണ്ണെന്നും പെണ്ണാന്ന്. പെണ്ണെന്നും പെണ്ണെന്നെ. എന്താ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു കുറവ്? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ 2 കുറവുള്ളൂ. ഒന്ന് താടിയുടെ ഒന്ന് മീശയുടെ. പേടിപ്പിച്ചു എന്റെ മനുഷ്യനെ. ഈ ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞ ഒരു വണ്ടിയുടെ 2 ചക്രങ്ങളാ. അതിൽ ഒരെണ്ണം പഞ്ചറായാ മതി, പിന്നെ വണ്ടി ഓടൂല. അതിനല്ലേ സ്റ്റെപ്പിന്. അത് ഞാൻ മറന്നുപോയേ. അത് ശരി. അപ്പൊ സ്റ്റെപ്പിനിയുടെ പേരും പറഞ്ഞ് നിങ്ങൾ വേറെ പെണ്ണ് കെട്ടാനുള്ള പരിപാടിയാണല്ലേ? ദേ മനുഷ്യ, ഞാൻ പ്രസവിച്ച 2 മക്കളുടെ തന്ത നിങ്ങള്. അത് മറക്കരുത് എന്നാണ് എന്റെ വിശ്വാസം. അത് അന്ധവിശ്വാസം ആവാം. ആഹാ, ഈ ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. പണ്ട് വഴക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നിങ്ങളൊക്കെ ചാരിതാർത്ഥ്യത്തെയാണ് സംശയിച്ചിരിക്കുന്നത്. ചാരിത്രത്തെ അതിനെയാണ് സംശയിച്ചിരിക്കുന്നത്. നിങ്ങൾ മനുഷ്യനല്ല, മൃഗാണ് മൃഗം. നമുക്ക് ഞാൻ ഇടിച്ച് കാലൊക്കെ അരച്ച് കുടിച്ച് തോലാക്ക് തള്ളി ഒരു നിയമ നടപടി ഉണ്ടാക്കിയില്ലെങ്കിൽ ഇന്റെ പേര് കുഞ്ഞിക്കാതല്ല. ഞങ്ങള് പെണ്ണുങ്ങൾക്ക് നീതി കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ നേരം മെമ്പട്ടുകാരനെ മഹിളാ സമാജത്തിന് ഒരു പരാതി കൊടുത്ത് നിങ്ങളൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് കുഞ്ഞിപ്പാത്തൂന്നല്ല. കാണാടി അങ്ങനെ തന്നെ.
അമേരിക്കയിൽ സാമ്പത്തിക പ്രതിസന്ധി, കേരളത്തിൽ ദാമ്പത്യ പ്രതിസന്ധി. ഖാദർക്ക പാത്തുമ്മ ദമ്പതികളുടെ കുടുംബ പ്രശ്നത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഒബാമ. ദാമ്പത്യ തകർച്ചയിലെത്തിയ ഈ ദമ്പതികളുമായുള്ള കൂടിക്കാഴ്ചയുടെ തത്സമയ സംപ്രേഷണം ഇപ്പോൾ സന്ധ്യാവിഷനിൽ. ദമ്പതികളോടൊപ്പം കേരള മഹിളാ സമാജം പ്രസിഡന്റ് മാംസലകുമാരിയും നിരീശ്വരവാദി പങ്കജാക്ഷനും പങ്കെടുക്കുന്നു. നമസ്കാരം, ഞാൻ നിതീഷ് കുമാർ, 37 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല. നല്ല ആലോചനകൾ ക്ഷണിക്കുന്നു. അത്തല പിത്തല തവളാച്ചി, ചുക്കുമരിക്കണ ചൂലാപ്പി, മറിയം വന്ന് വിളക്കൂതി. ഫു ഫു ഫു. എന്താ ഈ പറയണത്? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ? വെറുതെയാണോ ഭാര്യ, വെറുതെയാണോ ഭർത്താവ് എന്ന ചോദ്യത്തിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചർച്ചയിലേക്ക് വെറുതെ ഒന്ന് കടന്നു ചെല്ലാം. പങ്കെടുക്കുന്നു ഖാദർ പാത്തുമ്മ ദമ്പതികൾ, ഒപ്പം മഹിളാ സമാജം പ്രസിഡന്റ് മാംസളകുമാരിയും നിരീശ്വരവാദി യുക്തിവാദി പങ്കജാക്ഷനും. ഖാദർക്കിൽ നിന്നും തുടങ്ങാം. പറയൂ ഖാദർക്ക, എങ്ങനെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം? അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരിച്ചു വരാം. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി പൊരുതുകയും പോരാടുകയും മത്സരിക്കുകയും സ്പഷ്ടവും സ്പുഷ്ടവും ദൃഷ്ടവുമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന പ്രൊഫസർ മാംസളകുമാരിയോടാണ് ഇനി എന്താണ് ദാമ്പത്യത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്? അതായത് ഈ സ്ത്രീകളുടെ മൂല്യച്യുതിയിലേക്ക് തിരിച്ചു വരാം. പറയൂ പങ്കജാക്ഷൻ. ഉത്കൃഷ്ട വ്യക്തികൾ പ്രവർത്തനത്തിൽ ഉത്സാഹികളും സംസാരത്തിൽ മന്ദഗതികളുമാണ്. ഒരു നിരീശ്വരവാദി എന്ന നിലയിൽ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈശ്വര സാക്ഷിയായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. അതായത് വളരെ നന്ദി പങ്കജാക്ഷൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഖാദർക്ക, അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം. അതെ, ഈ മറുപടി പറയിപ്പിക്കുവെച്ചെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി. തീർച്ചയായും വിവാഹശേഷം പാത്തുമ്മയ്ക്ക് സമാധാനം കൊടുക്കാത്ത, സന്തോഷം നൽകാത്ത, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ മെക്കിട്ട് കയറുന്ന കച്ചറ സ്വഭാവക്കാരനാണോ ഖാദർക്ക? എന്താ എന്റെ നിതീഷ് മോനെ ഇങ്ങനെ കണ്ണീച്ചോരം രണ്ട് പറയണത്? ഷാജഹാൻ ചക്രവർത്തി മുംതാസിനെ സ്നേഹിച്ച പോലെയാണ് ഞാൻ ഈ പഹിച്ചിനെ സ്നേഹിക്കണത്, അറിയോ? ഇത്രയും കടുത്ത പ്രേമമാണെങ്കിൽ ഇത്താക്ക് വേണ്ടി താജ്മഹൽ പണിയുമോ? പണിയോന്നാ? അതിനു വേണ്ടി സ്ഥലം വരെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിന് ഈ പഹിച്ചൊന്നും മയ്യത്തായി കിട്ടണ്ടേ? വളരെ നല്ല മറുപടി പാത്തുമ്മ. ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. സ്ത്രീയാണ് കുടുംബത്തിന്റെ വിളക്ക്. ഞാൻ ഓർത്തു പോകുന്നു ആ കവിത. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ. അഭിനന്ദനം, അഭിനന്ദനം, നിനക്ക് അഭിനന്ദനം. എന്തു പറയുന്നു? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറയുന്നു. ചെരുപ്പ്. കറക്റ്റ്. കേരളം പോലെയല്ല ഇന്ത്യ, ഇന്ത്യ പോലെയല്ല ഭാരതം. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ എന്താണ് അമേരിക്കയുടെ സംസ്കാരം? ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എനി ടൈം ആർക്ക് വേണമെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് ചുംബിക്കാം, പക്ഷെ മൂത്രമൊഴിക്കാൻ പാടില്ല. എന്നാൽ ഇവിടെ എങ്ങനെയാണോ? പൊതുസ്ഥലത്ത് വെച്ച് ആർക്ക് വേണമെങ്കിലും മൂത്രമൊഴിക്കാം, പക്ഷെ ചുംബിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഇതുപോലുള്ള ദമ്പതികളുടെ പ്രണയം ഉണ്ടാകും? എന്തു പറയുന്നു മാംസള? എന്തായാലും ഇത്തരം കൾച്ചറില്ലാത്ത കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. പൊതുവഴിയിൽ യൂറിൻ പാസ് ചെയ്യുന്നതാണോ പ്രണയം? എത്രയോ നല്ല പ്രണയ ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ആ ചിത്രങ്ങളിലൊക്കെ നായകന്മാരെ പോലെ ഇവർക്ക് പ്രണയിച്ച് ജീവിച്ചൂടെ? എന്താ ഈ ഹംക്ക് പറയുന്നത്? എടോ മാംസനെ, സിനിമയില് നായകന്മാര് പ്രേമിച്ച് സ്നേഹിച്ച് അഭിനയിച്ചു എന്ന് പറഞ്ഞാ അവർക്ക് ആ ഷൂട്ടിംഗ് കഴിയുമ്പോ കൈ നിറച്ച് കാശ് കിട്ടും. ഈ വക ബീസുകളുടെ പിന്നാലെ പ്രേമിച്ച് നടന്ന 10ന്റെ പൈസ കിട്ടുമോ? മിസ്റ്റർ ഖാദർ, മൈൻഡ് യുവർ വേർഡ്സ്. യെസ്, ആ പദവിയുടെ അർത്ഥറിയാనికి അതറിയാൻ നീ എന്താന്ന് മനസ്സിലാക്കണം. അക്ഷരങ്ങൾ അച്ചടിച്ചുകൂട്ടിയ പുസ്തകത്തിൽ നിന്ന് ഈയൊന്നും പഠിച്ച് മനസ്സിലാക്കിയ ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. അത് മനസ്സിലാക്കണമെങ്കിൽ സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സ്റ്റെപ്പ് അപ്പ് ഉണ്ടാവണം, ട്രാൻസ്ഫോമർ ഉണ്ടാവണം, സോഡ ഉണ്ടാവണം, ഗ്ലാസ് ഉണ്ടാവണം, അച്ചാറുണ്ടാവണം. ഇതൊന്നുമില്ലെങ്കിൽ അതുപോലെ തലയ്ക്ക് പ്രാന്തെങ്കിലും ഉണ്ടാവണം. ഇങ്ങനെ ഒരു ലൈസൻസും ഇല്ലാതെ പുരുഷന്മാരെ അവഹേളിക്കുന്നതാണ് നിങ്ങളെ പോലുള്ള വിവരം കണ്ട സ്ത്രീകളുടെ പരാജയം. സത്യത്തിൽ അതാണോ പരാജയം? എന്തോന്ന് പരാജയം? മൂക്കറ്റം വെള്ളമടിച്ച് വഴി കിടന്ന് പ്രശ്നം ഉണ്ടാക്കി ഭാര്യയ്ക്കും മക്കൾക്ക് മാനക്കേടുണ്ടാക്കുന്ന ഇത്തരം നികൃഷ്ട ജീവികളോട് സ്ത്രീകൾ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഇനി സ്ത്രീകളെ അടക്കി ഭരിക്കാൻ ഒരു പുരുഷന്മാരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. പുരുഷന്മാരെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. അടച്ചല്ല, നിങ്ങളൊക്കെ അടിച്ചാണ് ആക്ഷേപിക്കേണ്ടത്. എന്തിനധികം പറയുന്നു? നിങ്ങൾ ഏതൊരു പത്രവാർത്തയും എടുത്തു നോക്കൂ. വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കകം അവിടെ ഒരു സ്ത്രീ സ്റ്റൗ പൊട്ടി മരിച്ചു, ഇവിടെ ഒരു സ്ത്രീ സ്റ്റൗ പൊട്ടി മരിച്ചു. എവിടെയെങ്കിലും ഒരു പുരുഷൻ സ്റ്റൗ പൊട്ടി മരിച്ചായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ പങ്കജാക്ഷൻ? അവളുടെ ഒരു സ്റ്റൗ തെങ്ങിന്റെ മേളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു, ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു. എപ്പോഴെങ്കിലും ഇതിന്റെയൊക്കെ മേളിൽ നിന്ന് വീണ് ഏതെങ്കിലും ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, എത്ര ആനപ്പാപ്പന്മാർ ആന ചവിട്ടി മരിക്കുന്നു. ഇതുവരെ ഏതെങ്കിലും ഒരു ആന പാപ്പി ആന ചവിട്ടി മരിച്ചിട്ടുണ്ടോ? എന്നിട്ട് അവിടെ ഒരു തുരുമ്പ് പിടിച്ച സ്റ്റൗവുമായി വന്നിരിക്കുന്നു. ഇവളുടെ പല്ലടിച്ച് ഒഴിക്കാൻ ആളില്ലാണ്ടാണ്. ഇങ്ങോട്ടും ആന അടിച്ചു ഒഴിക്കാൻ എന്റെ കൈ രണ്ടും ചന്തയ്ക്ക് പോകും. ചന്ത എന്ന ചന്ത ഇതുപോലെ ചന്ത വർത്താതെ പറയൂ. അത്രക്കായോ?
ചർച്ച വഴിതെറ്റുന്നു, വാക്കുകൾ അതിര് കടക്കുന്നു, കാക്കയും താത്തയും കണ്ണു തള്ളുന്നു, മൊത്തത്തിൽ കുളമാകുന്നു. നിന്ന് കഥാപ്രസംഗം പറയാതെ ഇങ്ങോട്ട് മാറി നിൽക്കണം. ഇയാളെ രണ്ട് പൊട്ടിച്ചാൽ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. കൊല്ലം കുറയായി ഈ കാലമോട് ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട്. എന്നെ സഹിക്കണമെന്നാ? നിന്നെ പോലൊരു ഭൂതനെ ഇത്ര നാൾ സഹിച്ച എന്നെ ഊതിട്ട് പൂജിക്കണം. നിനക്കറിയോ നിതീഷ്, ഈ പിശാച് ഒപ്പിടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഡൈവോഴ്സ് ആവാതെ നടക്കുന്നത്. ഭാര്യയാണത്രേ, ഭാര്യ. ഒരു ഭർത്താവ് വന്നേക്കണം. അലവലാതി. നിർത്തണേ. അയ്യയ്യയ്യയ്യയ്യേ. ഒരു വിധ ഫാമിലിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലൊരു കൂതറ ഫാമിലിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവറ്റകളൊക്കെ വെച്ച് നോക്കുമ്പോ പാത്തുമ്മ, നമുക്ക് സ്വർഗല്ലേ സ്വർഗം. പറയാനുണ്ടാക്കാതിരിക്ക. ഇത് മഹിളാ സമാജല്ല, ലഹളാ സമാജ. അങ്ങനെ പറയും. ഇതിന്ന് എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലായി. നമ്മുടെ പ്രശ്നം തീർക്കാൻ ഒരു മഹിളാ സമാജത്തിനും പറ്റില്ല, ഒരു സാഹിത്യകാരനും പറ്റില്ല, ഒരു ചാനലുകാരനും പറ്റില്ല. നമ്മൾ തന്നെ വിചാരിക്കണം. മനസ്സിലായ? ഞങ്ങൾ ഒന്നായി. നിങ്ങൾ തമ്മിൽ എന്നാണ് ആയിക്കോ. ചർച്ച മതിയാക്കി ഒരു പാട്ടകളുണ്ടോ? ഇതിൽ നിന്നും ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാം. ഏതൊരു കുടുംബത്തിലും ജീവിത വിജയം വേണമെങ്കിൽ സ്ഥിര പരിശ്രമത്തെ ആത്മമിത്രമായും, അനുഭവത്തെ ഉപദേശിയായും, മുൻകരുതലിനെ ജ്യേഷ്ഠനായും, മഹത്വത്തെ രക്ഷിതാവായും എടുക്കണം. അങ്ങനെയായാൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും വെറുതെയാകില്ല. വഴക്കുകൾ അവസാനിക്കുന്നു. നിതീഷ് കുമാർ, സന്ധ്യാഭിഷൻ.